നമസ്കാരം ഗായ്സ്, ഇതെനിക്ക് സർജറി ക്ലാസ് ആയിരുന്നു രാവിലെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ടും കൂടി ഞങ്ങൾ സർജറി ക്ലാസ്സിന് വേണ്ടി ഇറങ്ങി. നമുക്ക് ബസ് സ്റ്റോപ്പിലേക്കായിരുന്നു പോകേണ്ടത്. അപ്പം ഇന്ന് രാവിലെ നല്ല വെയിലും ഒരു ഫോഗി ക്ലൈമറ്റ്, നല്ല തണുത്ത ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ സബ്വേ കൂടെ പോയി. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഈ KFC ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് എത്തിയപ്പം ഋതീനെ കണ്ടു ബസ് സ്റ്റോപ്പിൽ. ബാക്കിയുള്ളവരെത്തി. അപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള ബസ്സും എത്തിയിരുന്നു. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. രാവിലത്തെ ടൈമായിട്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് റോഷൻ ഫൗണ്ടെയിൻ ആണ്. ഇതിലിവിടെ സമ്മർ ടൈമിൽ ഇങ്ങനെ ഫൗണ്ടെയിൻ ഷോസ് ഒക്കെ ഉണ്ടാവും, ലൈറ്റ് ഷോസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഹോസ്പിറ്റലിലെത്തി. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് പോയി ജാക്കറ്റൊക്കെ മാറ്റി, ഷൂസും ബൂട്ട്സൊക്കെ മാറ്റി, ക്രോക്സ് കാണാം, വൈറ്റ് കോട്ട് എടുത്തിടണം. ഇതാണ് മെയിനായിട്ട്. നമ്മൾ എല്ലാ ഹോസ്പിറ്റലിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും നമുക്കത് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോയി. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഈ കേസ് ഹിസ്റ്ററി ഇരുന്ന് എഴുതുന്നത്. അപ്പോൾ അത് ഫൈനലി എല്ലാം കഴിഞ്ഞ് ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു. അപ്പോൾ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ മാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ പോയി. ക്ലാസ് കഴിഞ്ഞു, പേഷ്യൻസിനെ കാണിച്ചു. നല്ലൊരു ഹെക്റ്റിക് ഡേക്ക് ശേഷം നമുക്ക് തിരിച്ചു പോകണം. ഇനി നമുക്കൊരു ക്ലാസ്സും കൂടി ഉണ്ട്, ന്യൂറോളജി ക്ലാസ്സും കൂടി ഉണ്ട്, 2 പാര. അപ്പോൾ അതും കൂടി അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ബസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് അടുത്ത ബസ് എടുക്കണം. അപ്പോൾ ബസ് വരുന്നവരെ നമ്മളവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ലാസ്റ്റ് ബസ് വന്നു, നമ്മൾ ബസ്സിൽ കയറി. തിരിച്ചു പോകേണ്ട ബസ്സിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ബസ് ഗവൺമെൻറ് ബസ്സാണ്. അതാണ് വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലുള്ള. ഇലക്ട്രിക് ട്രാൻസ്പോർട്ടാണ് ഇവിടെ കൂടുതലുള്ളത്. അങ്ങനെ നമ്മൾ ബസ്സിൽ പേ ചെയ്ത് അങ്ങനെ നിൽക്കുമായിരുന്നു, കാരണം കുറച്ച് തിരക്കുള്ളതുകൊണ്ട്. എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി വരെ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് യൂണിവേഴ്സിറ്റി പോയി. അവർ ക്ലാസ്സിന് പോയി. എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അറ്റൻഡ് ചെയ്യേണ്ടി വന്നായിരുന്നു. ഇവിടെ ഒരു അവാർഡ് സെറമണി ഉണ്ടായിരുന്നു. എനിക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവാർഡ് കിട്ടിയത്, ഇത് എന്ത് സെറിമണി ആയിരുന്നു എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ വ്ളോഗായിട്ട് ഇടുന്നുണ്ട്, കണ്ടു നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം, എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ബൈ ബൈ.